എല്ലാവർക്കും കമലോബിൽ PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷകൾക്കായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇന്ന് മുതൽ കമലോബിൽ PSCയുടെ യൂട്യൂബ് ചാനലിൽ ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു സീരീസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും കുറച്ച് വീതം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റും അല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയും എത്രമാത്രം ആഴത്തിൽ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ പഠിച്ചൊരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ശരി, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ഇക്കണോമിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇക്കണോമിക്സിൽ കുറച്ച് PYQ നോക്കിയാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സീരീസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എല്ലാ ദിവസവും ഇതുപോലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2024 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫൈൻഡ് ഔട്ട് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. ഓക്കെ, മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, ഡെഫിസിറ്റ് ഫിനാൻസിങ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ടാക്സേഷൻ പോളിസീസ്. ഇതിൽ ഏതൊക്കെയാണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ്? നമുക്ക് നോക്കിയാലോ. ഓക്കെ, അപ്പം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആണോ? അതെ, ആണ്. ഓക്കെ, ഡെഫിസിറ്റ് ഫിനാൻസിങ്ങോ? അല്ല, ഇതൊരു ഫിസ്ക്കൽ പോളിസി ടൂൾ ആണ് അല്ലേ? നമുക്കറിയാം. ഇനി അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതൊരു മോണിറ്ററി പോളിസി ടൂൾ ആണ്, ശരിയാണ്. അതുപോലെ ടാക്സേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ടാക്സേഷൻ പോളിസീസും എന്താണ്? ഫിസ്ക്കൽ പോളിസിയുടെ ടൂളാണ്. അപ്പോൾ അങ്ങനെ രണ്ട് പോളിസീസ് നമ്മൾ പഠിക്കാറുണ്ട്. ഫിസ്ക്കൽ പോളിസിയും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയും. ഫിസ്ക്കൽ പോളിസിക്ക് രൂപം കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ധനകാര്യ വകുപ്പ്. ഫിനാൻസ് മിനിസ്ട്രിയാണ് ഫിസ്ക്കൽ പോളിസിക്ക് രൂപം കൊടുക്കുന്നത്. അത് ഫോർമുലേറ്റ് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് എല്ലാം ആരായിരിക്കും? ഫിനാൻസ് മിനിസ്ട്രി ആയിരിക്കും. അതല്ലാതെ നമുക്ക് മോണിറ്ററി പോളിസി ഉണ്ട്, ഇന്ത്യക്ക് മോണിറ്ററി പോളിസി ഉണ്ട്. അപ്പോൾ ഈ മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേന്ദ്ര ബാങ്കാണ്, RBI ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു മോണിറ്ററി പോളിസിക്ക് കുറച്ച് ടൂൾസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കാറുണ്ട്. CRR, ക്യാഷ് റിസർവ് റേഷ്യോ, SLR, എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലേ, ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് മോണിറ്ററി പോളിസി ടൂൾസ് പഠിക്കാറുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നിന്ന് മോണിറ്ററി പോളിസി ടൂൾസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ശരി, ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ? ഓപ്ഷൻ B ആണ്. ഓക്കെ, 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് ഇവിടെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഇന്ത്യ ആർ യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തിനാണ്? ടു റെഗുലേറ്റ് ദ മണി സപ്ലൈ ആൻഡ് അച്ചീവ് മാക്രോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ശരി, നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ബാങ്കാണ് RBI എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് അല്ലേ? നമ്മുടെ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് RBI. ഓക്കെ, അപ്പം RBIക്ക് കുറേ ഫങ്ഷൻസ് ചെയ്യാനുണ്ട്. കറൻസി ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. വാണിജ്യ ബാങ്കുകൾക്ക് എന്തെങ്കിലും ഫണ്ട് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് ആരായിരിക്കും? അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആരായിരിക്കും? RBI ആയിരിക്കും. അതേപോലെ RBIയുടെ വേറൊരു പ്രധാനപ്പെട്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഓക്കെ, അപ്പോൾ ശരി, RBIയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ്, ഫങ്ഷനാണ് എന്ത്? മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ടു റെഗുലേറ്റ് ദ മണി സപ്ലൈ. അതെന്താ? അത് RBIയുടെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. അപ്പോൾ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ഇന്ത്യ ആർ യൂസ്ഡ് ബൈ ദ RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ടു റെഗുലേറ്റ് ദ മണി സപ്ലൈ ആൻഡ് അച്ചീവ് മാക്രോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ മാക്രോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ, അതുപോലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBI മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരമായിട്ട് വന്നത് 2 മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു. അത് ഏതൊക്കെയാണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. ഓക്കെ,
നോക്കൂ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ടൂൾ ഓഫ് മോണിറ്ററി പോളിസി പാർട്ട് ഓഫ് ദ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി അലോസ് ബാങ്ക്സ് ടു ബോറോ ഫ്രം RBI. ആർ ബി ഐയിൽ നിന്ന് വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണം വായ്പയായിട്ട് മേടിക്കാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ഫണ്ട് ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് RBIയെ ആശ്രയിക്കാൻ സാധിക്കും. അങ്ങനെ ഫണ്ട് ഷോർട്ടേജ് ഉള്ള സമയത്ത് RBIയിൽ നിന്ന് പണം കടം മേടിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. ഇനി അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് പറയുന്ന സമയത്ത് അവിടെ റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഇതെല്ലാം ഇതുപോലെ തന്നെയാണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് പോലത്തെ സെയിം സാധനങ്ങളാണ് എന്ത്? റിപ്പോ റേറ്റും ബാങ്ക് റേറ്റും ഒക്കെ. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ആ പോയിന്റ്സ് കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കൂ. എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ദാറ്റ് ബാങ്ക്സ് must maintain in the form of cash, gold or approved securities before offering credit to the public. Okay, എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാര്യം സിമ്പിളാണ്. ഇപ്പം വാണിജ്യ ബാങ്കിൽ ഒരാൾ പൈസ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ടൈം ഡെപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആവാം. ഓക്കെ, നമ്മുടെ സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യണം? ഈ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവർ സൂക്ഷിച്ചു വെക്കണം. അതിൽ നിന്ന് എന്ത് കൊടുക്കാൻ പാടില്ല? വായ്പ കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതാണ് പറഞ്ഞത്. എ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ദാറ്റ് ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ്. അവർ ഏത് ഫോമിലാണ് അത് കരുതി വെക്കേണ്ടത്? ഒന്നുകിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആയിട്ടോ അവർ കരുതി വെക്കണം. അവരത് എന്ത് ചെയ്യാൻ പാടില്ല? പബ്ലിക്കിന് ക്രെഡിറ്റ് ആയിട്ട് അത് ഓഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതൊരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്തു? 1000 രൂപ കൊണ്ടുപോയി ഒരു വാണിജ്യ ബാങ്കിൽ, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. 1000 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം RBI ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, SLR ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു 10% ഒരു 10% ആണ്. 10% ഒന്നും ആവാറില്ല കേട്ടോ. ഓക്കെ, അല്ല, 10% തന്നെ ആവണം എന്നില്ല. ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുവാണ്. ഒരു 10% നിങ്ങൾ മാറ്റി വെക്കണം. എന്തിനു വേണ്ടി? നിങ്ങളത് കൊടുക്കാൻ പാടില്ല. ആ 10% നിങ്ങൾ മാറ്റി വെക്കുക. ബാക്കി പൈസയിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഇനി വരുന്ന ആൾക്കാർക്ക് വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകളുടെ പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് ലോൺസ് അല്ലേ? അതല്ലേ അവരുടെ പ്രൈമറി ഫങ്ഷൻസ്. അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കും, ആൾക്കാർക്ക് വായ്പ കൊടുക്കും. അപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ RBI പറയുന്നുണ്ട്, നിങ്ങൾ ഈ 10% മാറ്റി വെച്ചിട്ട് മാത്രമേ ആൾക്കാർക്ക്, പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ? വായ്പ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ 1000 രൂപയാണ് ഞാനിവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് 100 രൂപ, 10% എന്ന് പറയുന്ന 100 രൂപ SLR ആയിട്ട് ഇവിടെ മാറ്റി വയ്ക്കും. അത് ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ് ആയിട്ടോ മാറ്റി വയ്ക്കും. ബാക്കി 900 രൂപയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വാണിജ്യ ബാങ്കുകൾ പബ്ലിക്കിന് ക്രെഡിറ്റ് ഓഫർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഇക്കോണമിയിൽ എല്ലാവരുടെ കയ്യിലും ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, വെറുതെ വിചാരിക്കുക. ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കുക. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടെന്ന് നിങ്ങളങ്ങ് വെറുതെ അങ്ങ് മനസ്സിൽ വിചാരിക്കണം. ഇമാജിൻ ചെയ്ത് എല്ലാവരുടെ കയ്യിലും പൈസയുണ്ട്. അപ്പം ഇത്രയും പൈസ ആൾക്കാരുടെ അടുത്ത് വന്നാൽ പ്രശ്നമല്ലേ? ഇക്കോണമിക്ക് പ്രശ്നമല്ലേ? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇക്കോണമിക്ക് പ്രശ്നമാണ്. എല്ലാ ഇൻഫ്ലേഷനും പ്രശ്നമല്ല. ഒരു ± ഒരു 3% എന്താണ് ഇൻഫ്ലേഷനൊക്കെ ഒരു ഹെൽത്തി ഇൻഫ്ലേഷനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അതിൽ കൂടി പോകുന്നതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പം RBI എന്ത് ചെയ്യും? ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? കൂടുതൽ പൈസ ഇനി ഇക്കോണമിയിലോട്ട് എത്താതെ അതിന് വേണ്ടിയിട്ട് ചില സമയത്ത് ഇപ്പം ഇൻഫ്ലേഷൻ ആണെങ്കിൽ ചിലപ്പം SLR കൂട്ടും അല്ലേ? ഈ 10% എന്നുള്ളത് ചിലപ്പോൾ ഒരു 20% ആക്കും. എന്നിട്ട് പറയും 800 രൂപയിൽ നിന്ന് ഇനി വായ്പ കൊടുത്താൽ മതി. അപ്പം അത്ര പൈസയിലെ ഇക്കോണമിയിലോട്ട് എത്തുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവിടെ മണി സപ്ലൈയെ RBI കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ അടുത്ത 2 പറഞ്ഞിരുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ്ങും അതുപോലെ ടാക്സേഷൻ പോളിസീസുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിസ്ക്കൽ പോളിസീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഫിനാൻസ് മിനിസ്ട്രി ആണ് തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞു. ഫിസ്ക്കൽ പോളിസി, ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം അല്ലെങ്കിൽ
പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ്, ടാക്സേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ധനകാര്യ വകുപ്പ് ഈ ഫിസ്ക്കൽ പോളിസിക്ക് രൂപം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഇക്കോണമിയെ റെഗുലേറ്റ് ചെയ്യാൻ, ഇവിടുത്തെ മാക്രോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി ടൂൾസ് ആണ് ഏത്, ഡെഫിസിറ്റ് ഫിനാൻസിങ്ങും ടാക്സേഷൻ പോളിസീസും. ഓക്കെ, അപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് റെഫേഴ്സ് ടു ദ ഗവൺമെൻറ് ബോറോയിങ് മണി ടു കവർ ബജറ്റ് ഡെഫിസിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, refers to the government borrowing money to cover budget deficit. ബജറ്റ് ഡെഫിസിറ്റ് കവർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ വരുമാനം കുറവാണ്, ചിലവ് കൂടുതലാണ്, അപ്പോൾ അത് ഡെഫിസിറ്റ് ബജറ്റ് ആയില്ലേ, കമ്മി ബജറ്റ് ആയില്ലേ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറവും ചിലവ് കൂടുതലുമാണ്. കുറച്ച് വരുമാനമേ ഉള്ളൂ, കൂടുതൽ ചിലവ് ചെയ്യുന്നു, അപ്പോൾ അവിടെ കടം മേടിക്കേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെ കടം മേടിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ദ ഗവൺമെൻറ് ബോറോയിങ് മണി ടു കവർ ബജറ്റ് ഡെഫിസിറ്റ്, യൂഷ്വലി ത്രൂ പ്രിൻറ്റിംഗ് മണി ഓർ ബോറോയിങ് ഫ്രം ദ സെൻട്രൽ ബാങ്ക്. ഈ പ്രിൻറ്റിംഗ് ഒന്നുകിൽ കൂടുതൽ പണം പ്രിൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, സെൻട്രൽ ബാങ്കിൻ്റെ അടുത്തുനിന്ന് പണം ബോറോ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ഈ പ്രിൻറ്റിംഗ് മണി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലക്സ് ആണ് കേട്ടോ, പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനനുസരിച്ച് പണം അങ്ങനെ അച്ചടിച്ചിറക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ബോറോയിങ് ഫ്രം ദ ബാങ്ക്, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും, വായ്പകൾ വാങ്ങുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് മോർ ഓഫ് എ ഫിസ്ക്കൽ പോളിസി ടൂൾ ആൻഡ് നോട്ട് എ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്. നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഇത് മോണിറ്ററി പോളിസി ടൂളാണോ, അല്ല, അതെന്തുവാണ്, ഒരു ഫിസ്ക്കൽ പോളിസി ടൂളാണെന്ന് നമുക്ക് പറയാം. ശരി, ഇനി അടുത്തത് ടാക്സേഷൻ പോളിസീസ്. എന്തായിരുന്നു ടാക്സേഷൻ പോളിസീസ് എന്ന് പറഞ്ഞാൽ, part of fiscal policy managed by the government to control public revenue and expenditure. ഓക്കെ, ടാക്സേഷൻ പോളിസീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെൻറ്റിന് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്, നോൺ ടാക്സ് ഇൻകവും ഉണ്ട്, അതുപോലെ ടാക്സ് ഇൻകവും ഉണ്ട് അല്ലേ. ടാക്സ് റവന്യൂവും നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ടാക്സസ് ആയിട്ട്, ഇൻഡയറക്റ്റ് ടാക്സസ് ആയിട്ടൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ പറയാമോ, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ്, ഇതൊക്കെ എന്തുവാണ്, ഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, നമ്മുടെ GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ടാക്സേഷനിലൂടെ ഗവൺമെൻറ്റിന് വരുമാനം ലഭിക്കുന്നുണ്ട്. ഇപ്പം ഒരു ഇൻഫ്ലേഷൻ ഉള്ള സമയത്താണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, ടാക്സേഷൻ കൂട്ടും അല്ലേ, ടാക്സ് റേറ്റ് കൂട്ടും. ഒരു 30% ഇൻകം ടാക്സ് ചിലപ്പോൾ ഒരു 33% കൂട്ടും. എന്തിനു വേണ്ടിയിട്ടാണ്, ആളുകളുടെ കയ്യിൽ അധികമുള്ള പൈസ ഗവൺമെൻറ്റിന് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പോളിസീസിലൂടെ ഈ മാക്രോ ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ, ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമാണ് ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ബെറ്റർ ആവാനോ ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ ഗവൺമെൻറ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? അപ്പോൾ ഫിസ്ക്കൽ പോളിസിയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും. എന്താണ്, വാട്ട് ഡസ് ദ ഗവൺമെൻറ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്? ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്തായിരിക്കും ചെയ്യുന്നത്, ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പണം തിരികെ ഗവൺമെൻറ്റിലേക്ക് മേടിക്കാനായിരിക്കും ശ്രമിക്കുന്നത് അല്ലേ. കൂടുതൽ ഫെർദർ മണി ഇനി ഇക്കോണമിയിലോട്ട് എത്തുന്നത് തടയുകയായിരിക്കും ഗവൺമെൻറ് ചെയ്യുന്നത്. ആണോ, അങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഇനി ഫെർദർ ആയിട്ട് മണി ഇക്കോണമിയിൽ എത്താതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന പോളിസിയാണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി പറയുന്ന കാര്യങ്ങളൊന്ന്, ഈ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ശരി, what does the government do in a contractionary fiscal policy? Higher government spending and lower taxes. Higher government spending. ഈ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഇത്രയും ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഹയർ ഗവൺമെൻറ് സ്പെൻഡിങ് പോസിബിൾ ആണോ? ഗവൺമെൻറ് ഇനിയും ഹയർ സ്പെൻഡിങ് നടത്തിയാൽ അത് ഇക്കോണമിയെ മോശമായിട്ട് ബാധിക്കില്ലേ? വീണ്ടും ഒരുപാട് പൈസ ഇക്കോണമിയിലേക്ക് എത്തില്ലേ? അപ്പോൾ ഇൻഫ്ലേഷൻ കൂടില്ലേ? ഇക്കോണമി ആകെ താളം തെറ്റില്ലേ? അപ്പോൾ ഒരിക്കലും ഈ ഹയർ ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം
അല്ല. അപ്പോൾ ഓപ്ഷൻ എയും ബിയും നമുക്ക് വെട്ടിക്കളയാം. കാര്യം നമ്മൾ ബാക്കി വായിച്ച് നോക്കണ്ട. ഹയർ ഗവൺമെൻറ് സ്പെൻഡിങ് എന്തായാലും വരത്തില്ല. ഇനി നമുക്ക് ഓപ്ഷൻ സിയും ഡിയും നോക്കാം. ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ്. അപ്പോൾ രണ്ടിലും പറഞ്ഞിരിക്കുന്നത് ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആണ്. അത് ഓക്കെ. രണ്ടാമത്തെ പോർഷൻ നോക്കൂ. ഹയർ ടാക്സസ്, ലോവർ ടാക്സസ്. ഇതിലേതായിരിക്കും? ഗവൺമെൻറ് എന്തുവാണ്, ഈ ഇൻഫ്ലേഷൻ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. ഈ പൈസ ഗവൺമെൻറ്റിന് തിരിച്ചു മേടിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ടാക്സ് കുറച്ചാൽ വീണ്ടും ഇൻഫ്ലേഷൻ കൂടും. ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പൈസ കൂടുകയല്ലേ ചെയ്യുന്നത്. ടാക്സ് അത്രയും കൊടുക്കേണ്ടി വരുന്നില്ലല്ലോ. അതുകൊണ്ട് അവരെന്തായിരിക്കും ചെയ്യുന്നത്? ടാക്സ് റേറ്റ് കൂട്ടുമായിരിക്കും ചെയ്യുന്നത്. വെരി ഗുഡ്. നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ് എന്ന് പറയുന്നതാണ് ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെൻറ് ചെയ്യുന്നത്. വാട്ട് ഡസ് ദ ഗവൺമെൻറ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ്. ഓക്കെ, ശരിയാണ്. ഇനി നമ്മുടെ ഈ എക്സ്പ്ലനേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ഇൻഫ്ലേഷൻ അല്ലേ? ഇൻഫ്ലേഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ബൈ ഡിക്രീസിങ് ഓവറോൾ ഡിമാൻഡ് ഇൻ ദ ഇക്കോണമി. ഈ ഇക്കോണമിയിലുള്ള ഓവറോൾ ഡിമാൻഡ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇൻഫ്ലേഷനെ കുറയ്ക്കുക. അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് അച്ചീവ്സ് ദിസ് ബൈ റെഡ്യൂസിങ് സ്പെൻഡിങ്. ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ഒക്കെ കുറയ്ക്കും അല്ലേ? വിച്ച് ലിമിറ്റ്സ് ദ മണി ഫ്ലോ ഇൻ ദ ഇക്കോണമി. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കുറയ്ക്കുക മീൻസ് ഗവൺമെൻറ്റിലൂടെ ഇക്കോണമിയിലോട്ട് മണി എത്തുന്നത് കുറയും, പൈസ എത്തുന്നത് കുറയും അല്ലേ? ആൻഡ് ഇൻക്രീസിങ് ടാക്സസ്. പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? ടാക്സസ് ഇൻക്രീസ് ചെയ്യും, ടാക്സ് റേറ്റ് കൂട്ടും. വിച്ച് റെഡ്യൂസസ് ഡിസ്പോസിബിൾ ഇൻകം ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ്. അങ്ങനെ ടാക്സ് റേറ്റ് കൂട്ടിയാൽ ആൾക്കാർക്ക്, പബ്ലിക്കിന്, അവർക്ക് എന്താണ്, ഇപ്പോൾ ഒരു 1000 രൂപ വരുമാനമുള്ള ഒരാൾ, അല്ലെങ്കിൽ പോട്ടെ ഒരു 10,000 രൂപ വരുമാനമുള്ള ആൾ ആദ്യം 100 രൂപയായിരുന്നു അയാൾ ഇൻകം ടാക്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. നിങ്ങൾ വെറുതെ വിചാരിക്കുക. ഇപ്പോൾ അയാൾക്ക് 300 രൂപ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇനി ബാക്കി എത്രയേ രൂപയുള്ളൂ? 9,700 രൂപയിൽ നിന്ന് മാത്രമേ അയാൾക്ക് ചിലവ് നടത്താൻ പറ്റുള്ളൂ. അയാളുടെ കയ്യിൽ ഇപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് എത്രയേ ഉള്ളൂ? 9,700 രൂപ ഇനി ബാക്കിയുള്ളൂ അല്ലേ? അതാണ് നേരത്തെ അയാൾക്ക് 9,900 രൂപ ഉണ്ടായിരുന്നു. ഇപ്പം അത് 9,700 രൂപയായിട്ട് മാറി. മീൻസ് അയാളുടെ ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ കൺസ്യൂമർ സ്പെൻഡിങ് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ കുറയും. ഓക്കെ, അങ്ങനെ അതൊരു ലൂപ്പായിട്ട്, ഒരു സൈക്കിളായിട്ട് അങ്ങനെ പോവും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ദീസ് മെഷേഴ്സ് കളക്റ്റീവ്ലി സ്ലോ ഡൗൺ ഇക്കണോമിക് ആക്ടിവിറ്റി അല്ലേ? ഈ പറഞ്ഞ റെഡ്യൂസിങ് സ്പെൻഡിങ്ങും അതുപോലെ ഇൻക്രീസിങ് ടാക്സസും ഒക്കെ ഇക്കണോമിക് ആക്ടിവിറ്റിയെ സ്ലോ ഡൗൺ ചെയ്യും. ഹെൽപ്പിംഗ് സ്റ്റെബിലൈസ് പ്രൈസസ് ആൻഡ് പ്രിവെൻറ്റ് ഓവർ ഹീറ്റിംഗ് ഇൻ ദ ഇക്കോണമി. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ്, സാധനങ്ങളുടെ വിലയൊക്കെ എന്ത് ചെയ്യും? സ്റ്റെബിലൈസ് ആവും. അതുപോലെ തന്നെ ഇക്കോണമിയിൽ ഒരു ഓവർ ഹീറ്റിംഗ് ഉണ്ടാവാതെ, ഒരു എന്താണ് ഇങ്ങനെ വില കൂടി പ്രശ്നം ഉണ്ടാവാതെ, ഇൻഫ്ലേഷൻ കൂടി പോവാതെയൊക്കെ നിലനിർത്താൻ സഹായിക്കും. ഓക്കെ, ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ. ഓക്കെ, ഹൈ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയുടെ സമയത്ത് ഗവൺമെൻറ് 2 ടൂൾസാണ് ഉപയോഗിക്കുക. ഒന്ന് റെഡ്യൂസിങ് സ്പെൻഡിങ്, രണ്ടാമത്തത് ഇൻക്രീസിങ് ടാക്സസ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. അപ്പം GDP അറ്റ് ഫാക്ടർ കോസ്റ്റാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ അവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ആദ്യം ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നോ? ഈ പറഞ്ഞ മോണിറ്ററി പോളിസിയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഫൈൻഡ് ഔട്ട് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. ഇത് നമ്മുടെ NCERT ചാപ്റ്റർ. ഏത് ചാപ്റ്ററാണ്? പ്ലസ് ടുവിലെ ചാപ്റ്റർ 3 മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മണി ആൻഡ് ബാങ്കിങ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. മണി ആൻഡ് ബാങ്കിങ്. ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ യൂട്യൂബിൽ ഇതൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം, NCERT ക്ലാസ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഫിസ്ക്കൽ പോളിസിയെ കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ പ്ലസ് ടുവിൽ ബജറ്റ് ആൻഡ് ദി ഗവൺമെൻറ് സ്പെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ബജറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതാണ് ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അതേപോലെ ഇനി അടുത്തത് വാട്ട് ഡസ് ദ അത് നമ്മൾ നോക്കിയതാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇത് നമ്മുടെ പ്ലസ് ടുവിൽ 2ാമത്തെ ചാപ്റ്റർ ആണ്.
നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മാക്രോ ഇക്കണോമിക്സിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ ചാപ്റ്ററൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ നമുക്ക് മാക്രോ ഇക്കണോമിക്സ് എന്ന് ഒരു 2-3 ചാപ്റ്റർ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലാസ് ആയിട്ട് ഇടാം. ഇനി നോക്കൂ, നമുക്ക് ഈ ഉത്തരം അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം അല്ലേ. GDP at factor cost, GDP at factor cost. ഓക്കെ, നമ്മളിങ്ങനെയാണ് എഴുതുക, GDP-FC എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഈ GDP-FC നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? GDP at മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, GDP at മാർക്കറ്റ് പ്രൈസ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്, അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ്, അപ്പം എല്ലാത്തിലും GDP-MP ആണ് തന്നിരിക്കുന്നത് അല്ലേ, GDP-MP. അപ്പം GDP-MPയിൽ നിന്ന് GDP-FC നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ GDP-MP തന്നിട്ടുണ്ട്. ഓക്കെ, GDP-MPയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? GDP-FC കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ MPയും FCയും മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലേ. MP എങ്ങനെയാണ് FC ആവുക? മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് ഫാക്ടർ കോസ്റ്റ് ആവുക എന്ന് നിങ്ങൾക്ക് അറിയാമോ? MPയിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ അതെന്തായിട്ട് മാറും? ഫാക്ടർ കോസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ശരി, ഇപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇക്വേഷൻ മാത്രം പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലേ. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് ചെയ്യേണ്ടി വരും? ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അയാൾ അടയ്ക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സുകൾ അയാൾ അടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ചിലപ്പോൾ പറയും, ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറിന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം? സബ്സിഡി തരാം. സബ്സിഡി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു മോണിറ്ററി അസിസ്റ്റൻസിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. അപ്പം ഗവൺമെൻറ് ചില സമയത്ത് സബ്സിഡി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. പിന്നെ ഈ നെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സംഭവം നിങ്ങൾ ആലോചിക്കുക. നെറ്റ് എന്ന് നിങ്ങൾ എവിടെ കാണുന്നുണ്ടോ അവിടെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ എന്തോ ഒരു സബ്സ്ട്രാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, നെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ഓർക്കണം, അവിടെ ഒരു സബ്സ്ട്രാക്ഷൻ നടന്നിട്ടുണ്ട്. എന്ത് കുറച്ചിട്ടുണ്ട്, ഒരു സാധനത്തിൽ നിന്ന് ഒന്ന് കുറച്ചിട്ടുണ്ട്, അപ്പോഴാണ് അത് കിട്ടിയത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്തു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫാക്ടർ കോസ്റ്റ്, ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അറിയാമോ നിങ്ങൾക്ക്? ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇതിൽ മെജോറിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്നെനിക്കറിയാം, എന്നാലും ഇത് റിവിഷൻ്റെ സമയമാണ്. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങൾ പറഞ്ഞേ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതല്ലേ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ നമുക്ക് ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ ഒരാൾ വേണം. ഓക്കെ, അപ്പം ലാൻഡിന് റിവാർഡ് കിട്ടുന്നുണ്ട്. ലാൻഡിന് കിട്ടുന്ന റിവാർഡാണ് റെൻറ്റ്. അതുപോലെ ലേബറിന് കിട്ടുന്ന റിവാർഡാണ് വേജ്. ഓക്കെ, ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന എന്താ? പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ശരി, റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് റേറ്റ്, പ്രോഫിറ്റ്, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇപ്പം റെൻറ്റ് ഒരു 100 രൂപ, വേജ് ഒരു 100 രൂപ, ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 100 രൂപ, ഇനി ഇയാൾക്ക് പ്രോഫിറ്റ് ഒരു 100 രൂപ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ സാധനം ഒരു 400 രൂപയ്ക്ക് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മളിനി ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് പറയും ഒരു 100 രൂപ ടാക്സ് ആയിട്ട് കൊടുക്കണമെന്ന് പറയും. അപ്പം സാധനത്തിൻ്റെ വില എത്ര? ഈ 100 രൂപയും കൂടെ നമ്മൾ കൂട്ടിയിട്ട് 500 രൂപയെന്ന് വിലയിടും അല്ലേ. അപ്പം അവിടെ അടുത്തൊരു ടെസ്റ്റ് വരുന്നു. ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾ 100 രൂപ ടാക്സ് ആയിട്ട് തരുന്നുണ്ടല്ലോ, പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു 20 രൂപ സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞു. 20 രൂപ സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 500 രൂപയെന്നുള്ളത് ആ -20 നമ്മൾ ചെയ്യുമല്ലേ. 500 - 20 അവിടെ 480 രൂപയായിരിക്കും ആ സാധനത്തിൻ്റെ വില. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ 80 രൂപ അവിടെ കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 80 രൂപ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ കിട്ടിയത്? 100 രൂപയെന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് 20 രൂപയായിട്ടുള്ള സബ്സിഡി മൈനസ് ചെയ്ത സമയത്ത് നമുക്ക് 80 രൂപ കിട്ടി. ഓക്കെ ആണോ? ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും
സബ്സിഡി മൈനസ് ചെയ്ത സമയത്ത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടി. ഓക്കെ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടി. ഓക്കെ, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതായി ഈ സംഭവം ഇല്ലേ, ഫാക്ടർ കോസ്റ്റ്. ഓരോ ഫാക്ടേഴ്സിന് ചിലവാകുന്ന സംഭവങ്ങളില്ലേ, ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് 400 രൂപ. ഫാക്ടർ കോസ്റ്റ് 400 രൂപ. ഈ ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ കൂട്ടി, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടെ കൂട്ടി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 80 രൂപയായിരുന്നു. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സും കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, മാർക്കറ്റ് പ്രൈസ് കിട്ടിയത്. കിട്ടി അല്ലേ, ഇപ്പം കിട്ടിയില്ലേ? ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയ സമയത്താണ് അത് മാർക്കറ്റ് പ്രൈസായി മാറിയത്. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ, എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പോവുകയാണ്. ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയപ്പോൾ എന്ത് കിട്ടി, മാർക്കറ്റ് പ്രൈസ്. എടാ കുട്ട, ഇനി നമുക്ക് ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എങ്ങനെ എഫ് സിയിലോട്ട് പോവാം? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എഫ് സിയിലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്താൽ പോരെ, അപ്പോൾ നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടൂലേ? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്താൽ നമുക്ക് ഫാക്ടർ കോസ്റ്റിലോട്ട് എത്താം. ഓക്കെ, എടാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ ശരി, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് നോക്കിയേ. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ശരി, ഇവിടെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇതാ ഇവിടെ നോക്കിക്കോ, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യണം, എന്നാലേ ഫാക്ടർ കോസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ശരി, നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മുടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവ് അല്ലേ? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അതല്ലേ? മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, അപ്പോഴേ നമുക്ക് FC കിട്ടുള്ളൂ, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് അടുത്ത പേജിലോട്ട് പോയി അത് നോക്കാം. ഓക്കെ, GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് അറിയണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഓക്കെ, ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയാലാണ് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നതെന്ന് അറിയണം. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ ഫാക്ടർ കോസ്റ്റ് കിട്ടും എന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഒരു മാർക്ക് കിട്ടും, ഹാപ്പി ആവും അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളാണല്ലേ? മനസ്സിലായില്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിനു മുന്നേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ശരി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാലും ഇത് നോക്കിക്കോ. GDP at factor cost represents the total value of goods and services based on the cost of production. Cost of production ബേസ് ചെയ്തിട്ട് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിനെ പറയുന്നതാണ് GDP at factor cost. It includes payments to factors of production like wage, rent and profit and excludes market price. അതിൽ ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മാർക്കറ്റ് പ്രൈസ് വരുന്നില്ല അല്ലേ? Market price distortion caused by taxes and subsidies. Okay, GDP at market price is the total value of goods and services including indirect taxes and subsidies. Okay, to derive GDP at factor cost we subtract net indirect taxes. Net indirect taxes എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആൻഡ് ഫ്രം GDP at മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? GDP at മാർക്കറ്റ് പ്രൈസിൽ നിന്നും GDP MBയിൽ നിന്നും നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? GDP FC കിട്ടുക. ഓക്കെ, ഇവിടെ പഠിക്കാനുള്ളത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാലാണ് FC കിട്ടുക. ഇതിപ്പോൾ GDP കാര്യം തന്നെ ആണോന്നില്ല. ചിലപ്പോൾ NDP കാര്യം പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. NDP MBയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാലാണ് നിങ്ങൾക്ക് NDP FC കിട്ടുകയുള്ളൂ. ഓക്കെ, മനസ്സിലായി? അല്ലെങ്കിൽ നിങ്ങൾക്ക് GNB MBയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാലാണ് നിങ്ങൾക്ക് GNB FC കിട്ടുകയുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ വാല്യൂ മാറിക്കോട്ടെ. ഇവിടുത്തെ ഈ താഴത്തെ സംഭവം നിങ്ങൾ നോക്കിയാൽ മതി. MB മൈനസ് NIT അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താവും? FC. ഓക്കെ, എന്നുവെച്ചാൽ ഫാക്ടർ കോസ്റ്റിലേക്കുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എന്നാലേ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ശരി, അപ്പം വിച്ച് 5-year പ്ലാൻ ഡിഡ് ദ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇൻ ഇന്ത്യ? ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഇൻഷുറൻസ്
റെഗുലേറ്ററി അതോറിറ്റി ഇൻ ഇന്ത്യ ഏത് 5-year പ്ലാനിൻ്റെ സമയത്താണ് ഇവിടെ കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ, വിച്ച് 5-year പ്ലാൻ ഡിഡ് ദ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇൻ ഇന്ത്യ? ഏതാണ്? 9th 5-year പ്ലാനിൻ്റെ സമയത്താണ് കേട്ടോ. ഇതൊക്കെ ഫാക്ച്വലായിട്ട് നമ്മളൊന്നും മനസ്സിലാക്കി വെക്കുക, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇത് പഠിക്കുക, കാണാതെ പഠിക്കുക അല്ലേ. ഓക്കെ, വർഷം അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് വർഷം അറിയാമോ? 1999 കേട്ടോ. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1999 through the Insurance Regulatory and Development Authority Act 1999. This development occurred during 9th 5-year plan. 9th 5-year പ്ലാനിൻ്റെ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഓക്കെ, 9th 5-year പ്ലാനിൻ്റെ സമയത്ത്. ഓക്കെ, 9th 5-year പ്ലാൻ ഏത് സമയത്തായിരുന്നു? 1997 to 2002 വരെയാണ് 9th 5-year പ്ലാൻ. ഓക്കെ, ദ 9th പ്ലാൻ ഫോക്കസ്ഡ് ഓൺ സ്ട്രക്ചറൽ റിഫോംസ്. ഓക്കെ, 9th പ്ലാൻ എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്തത്? സ്ട്രക്ചറൽ റിഫോംസ്, liberalization and fostering the private sector in various industries including the insurance sector. Okay, the creation of IRDAI aimed to regulate and promote the insurance industry in India while protecting policy holders interest. Okay, ശരി. അപ്പം IRDAI അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് 1999 9th 5-year പ്ലാനിൻ്റെ സമയത്താണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ മിനിസ്ട്രി ലോഞ്ച്ഡ് ഈസ്റ്റ്രം പോർട്ടൽ ഫോർ ക്രിയേറ്റിംഗ് എ സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ഓഫ് ഓൾ ഓർഗനൈസ്ഡ് വർക്കേഴ്സ്? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. ഓക്കെ, അപ്പം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആയിട്ടുള്ള ഈസ്റ്റ്രം പോർട്ടൽ ഏത് യൂണിയൻ മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഏതാണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ. ഇതൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിട്ടും കൂടെ ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിയൻ മിനിസ്ട്രി ലോഞ്ച്ഡ് ഈസ്റ്റ്രം പോർട്ടൽ? ഏതാണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, the Eastern Portal was launched by the Ministry of Labour and Employment to create a centralized database of unorganized workers in India. Unorganized workersൻ്റെ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലോഞ്ച് ചെയ്ത ഒരു പോർട്ടലാണ് ഈസ്റ്റ്രം പോർട്ടൽ. ഓക്കെ, ദിസ് ഇനിഷ്യേറ്റീവ് എയിംസ് ടു രജിസ്റ്റർ വർക്കേഴ്സ് ഇൻ സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, ഡൊമസ്റ്റിക് വർക്ക് ആൻഡ് ഗിഗ് ജോബ്സ്, പ്രൊവൈഡിങ് ദം വിത്ത് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെൽഫെയർ സ്കീംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പോർട്ടൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ശരി, അപ്പം ഈച്ച് വർക്കർ ഈസ് ഇഷ്യൂഡ് എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ടു എൻഷ്യൂർ ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പരും എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതുള്ളൂ. ഓക്കെ, എനിക്കറിയാം ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 5 ക്വസ്റ്റ്യൻസേ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് വർത്ത് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, കുറേ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അതെൻ്റെ മാത്രം വിചാരമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഭയങ്കര പ്രഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ കമലോബിലിൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.